ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. സാറേ, സാറെന്താ സാറേ ഈ കുട്ടിയെ തന്നെ നോക്കണേ? നിനക്കറിയോ ഈ കുട്ടിയാണ് എന്നെ ജയിലിലേക്ക് അയച്ചത്. അവൻ ഒറ്റൊരുത്തൻ കാരണം ജയിലിൽ കല്ല് പൊട്ടിക്കുന്ന പണിയായിരുന്നു. ജയിലിൽ നിന്ന് ഞാൻ ചാടിയതേ അവനോട് എനിക്ക് പ്രതികാരം തീർക്കാൻ വേണ്ടിയാ. അവരെ ഞാൻ ഒരിക്കലും വിടില്ല. എന്താ ബാസേ, ഒരു കുട്ടി കാരണം ഇത്ര ടെൻഷൻ ആവണോ? ഈ കുട്ടി കാരനാണ് ബാസ് ജയിലിലേക്ക് പോയത്. എന്നെ നോക്കി ചിരിക്കുന്ന കഷണ്ടിത്തലയാ. എനിക്കങ്ങ് വിറഞ്ഞ് കേറുന്നുണ്ട്. എന്നെ നോക്കി ചിരിച്ചതിന് നിനക്കുള്ള ശിക്ഷ. ചെല്ല്, ആ കുട്ടിയെ പിടിച്ച് വേഗം കൊണ്ടുവാ. ഒരു കുട്ടിയെ പിടിക്കണ ഇത്ര വലിയ ശിക്ഷയാണ്? ഇത് ഭയങ്കര രസമുള്ള കാര്യല്ലേ ബാസേ? നമ്മളിത് ദാന്ന് ചെയ്ത് തീർക്കില്ലേ? ദാ പോയി, ദാ വന്നു. ജെസ്സി, ലക്കി, ഹാരി, നിങ്ങൾ ഈ റോക്കിയുടെ കൂടെ പോകൂ. വേണ്ട വേണ്ട ബോസ്, ഒരു കുട്ടിയെ പിടിച്ചോണ്ട് വരാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട. കുട്ടിയെ പിടിച്ചുകൊണ്ട് വരുന്നതിലല്ലടോ, നിന്നെ പൊക്കിക്കൊണ്ടുവരാനാ. എന്താ ബോസ്, നിങ്ങളും കോമഡി പറയാണോ? ഞാൻ റോക്കി അല്ലേ, വി റാക്ക്. കണ്ട ബോസ്, ഒരൊറ്റ ഇടി കൊണ്ട് ഞാൻ ഈ പാറ പൊട്ടിച്ചു. ഈ റോക്ക് അതിനെ തിരിച്ചൊന്നും ചെയ്യില്ല, പക്ഷേ ശിവ ഇടിച്ച് ചമ്മന്തിയാക്കും. നിങ്ങൾ എന്നെ വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതാരാ ഇങ്ങനെ വഴി തടഞ്ഞ് ബൈക്കിന്റെ പുറത്ത് കിടക്കുന്നത്? ഏയ്, അവിടെ നിക്ക്. നിങ്ങളിൽ ആരാണ് ഈ ശിവ? ഞാനാണ്. മക്കളെ വാ, നിങ്ങളെ അങ്കിൾ വിളിക്കുന്നുണ്ട്. എന്തിനാ? വരൂ മക്കളെ, കൊച്ചു 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 മക്കളെ, വാ മക്കളെ വാ. പെട്ടെന്ന് എന്റെ മോട്ടോർ സൈക്കിളിന്റെ പുറകിലിരിക്കൂ, നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാം. ഇന്ന് അവന് ശരിക്കും കിട്ടിക്കോളും. നീ പറഞ്ഞത് ശരിയാ, ഇന്ന് ശരിക്കും കിട്ടിക്കോളും. ഏതെങ്കിലോ ഞാൻ എന്തിനാ വരുന്നത്? കാരണം എന്താന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? എടാ കുട്ടാ, വലിയ കളി കളിക്കല്ലേ. ഞാൻ പറയുന്നത് കേക്കൂ, വരൂ എന്റെ കൂടെ. എന്റെ പേര് റാക്കിയാണ്, റാക്കി. ഞാൻ ഒരൊറ്റ ഇടി കൊണ്ട് റോക്കെ പൊട്ടിക്കാറുണ്ട്. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ നിങ്ങളെ മിടിച്ച് പൊട്ടിച്ചു കളയും മക്കളെ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിനക്ക് ഇത്ര വലിയ ധൈര്യം? നിങ്ങൾ പിന്നെ എന്ത് പണ്ടാരാണ് നോക്കിക്കൊണ്ട് നിൽക്കണത്? എന്നെ ഒന്ന് സഹായിക്കണോ? ഞങ്ങളൊന്നും ചെയ്യില്ല. അടി കൊള്ളുമ്പോ തന്റെ പൊക്കം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രമേ ചെയ്യൂ. തെറ്റിദ്ധരിക്കല്ലേ, ഞങ്ങൾ ഇവനെ പൊക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. വേഗം എടുക്കണോ? ഇയാൾ എന്താടോ നമ്മുടെ കൂടെ ഇങ്ങനെ? ശിവ, ഓടിക്കൂ. കണ്ടില്ലേ, വലിയൊരു ചുഴലിക്കാറ്റ് വരുന്നു.
എന്തിനാണ് അവര് നിന്റെ പുറകെ കൂടിയത്? ഇവരൊക്കെ ആരായിരിക്കും പറഞ്ഞത്? അത് മാത്രമല്ലാതെ ഇത്രയും വലിയ ട്വിസ്റ്റ്. ചിലപ്പോ അയാൾ തിരിച്ചു വന്ന് കാണും. ആരാ വന്നത്? അവരൊക്കെ എന്താ പറയുന്നതെന്ന് അപ്പൊ നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലേ? ഈ ബോസ് എന്തിനാ നമ്മളെ ശല്യം ചെയ്യുന്നതെന്ന്? അപ്പൊ അതിന്റെ അർത്ഥം അവരെയൊക്കെ ബോസ് ആ ട്വിസ്റ്ററിന്റെ അകത്തുണ്ടെന്നാണോ? അവൻ തിരിച്ചു വന്നോ? മേളാൽ എന്നെ കണ്ട് ചിരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇല്ല ബോസ്, ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളെ നോക്കി ഇനി ഞാൻ ഒരിക്കലും ചിരിക്കൂല. പക്ഷെ അതൊരു കുട്ടിയാണോ അതൊരു ചുഴലിക്കാറ്റോ? എന്നെ അടിയാ ബോസ്. ഇപ്പോഴെങ്കിലും മനസ്സിലായ കഴിഞ്ഞ ശിവയെ ജയിക്കാനാവില്ലെന്ന്. എനിക്കവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ. നിനക്കൊരു കാര്യം അറിയോ? 2 കൊല്ലമാ ഞാൻ ജയിലിൽ കിടന്നത്. ഇനി ഞാൻ അവന്റെ ബലഹീനതയെ മുതലെടുക്കും. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അതവന്റെ കുടുംബമാ. ചെല്ല്, നിങ്ങളെല്ലാവരും ചെന്ന് അവന്റെ മുത്തശ്ശനെ തട്ടിക്കൊണ്ടുവാ. വരൂ ഞങ്ങളുടെ കൂടെ. എന്നെ പാടാൻ ക്ഷണിക്കാൻ വന്നതാണോ? എവിടെയാണ് പ്രോഗ്രാം? ഇല്ല ഇല്ല, പാടാനല്ല. പാട്ടിന്റെ ഒരു പ്രോഗ്രാമും ഇല്ല ഇവിടെ. എന്തായാലും കൊണ്ടുപോവുകയല്ലേ, എന്നാൽ പ്രോഗ്രാമും വെച്ചോളൂ. ഞാൻ നല്ലൊരു പാട്ടുകാരനാണ്, കേൾപ്പിക്കട്ടെ? വേണ്ട 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 വേണ്ട, പാട്ടൊന്നും വേണ്ട. ഒന്ന് കേട്ട് നോക്ക്, എത്ര നല്ല പാട്ടാണെന്നോ. തന്നോടാ പറഞ്ഞത് പാടരുതെന്ന്. തന്നെ ഞങ്ങൾ പിടിച്ചോട്ട് പോകാൻ പോവുകയാണ്. ഞങ്ങളുടെ കൂടെ വരൂ. പക്ഷെ എന്നെ പാട്ട് പാടാൻ അനുവദിക്കേ. എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ തട്ടിക്കൊണ്ട് പോവുക. ശരി, ഒരു നിമിഷം. എന്റെ കയ്യിൽ റൗഡി ബലായന രാഗവുമുണ്ട്. ശിവയുടെ മുത്തച്ഛന് വലിയ സംഭവമാണ്. ഒട്ടും മോശമല്ല. വരൂ, നമുക്ക് ഓടാം. ബാക്കി കാര്യം ബോസ് നോക്കട്ടെ. അങ്ങേരുടെ തലവേദന. എന്റെ പാട്ട് മുഴുവൻ കേട്ടിട്ട് പോ. ഇനി ആരും ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവണ്ട. അങ്ങനെ പോണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ശിവ, ആ ട്വിസ്റ്റർ ഇവിടേക്ക് വന്നു. നമ്മൾ പിടികൂടാൻ വന്നിട്ടിരിക്കാം. ഓടിക്കോ കുട്ടികളെ, ഓടിക്കോ. നമുക്ക് കാണാം എവിടം വരെ ഓടുമെന്ന്. കൊള്ളായിരുന്നു.
വന്നോ? വരൂ ശിവ, വരൂ. നീ എന്നെ പിന്തുടരൂ. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എജെക്ട് സീറ്റ് ഇനി യൂസ് ചെയ്താലേ ശരിയാവൂ. എങ്ങനെയുണ്ട് ശിവ? ഞാൻ വീണ്ടും വരും. ഐ വിൽ ബി ബാക്ക്. ആഹാ ബോസ്, ഈ കുട്ടി ഒരു ഹീറോ ആണല്ലോ, സമ്മതിച്ചേ പറ്റൂ. അവൻ ശത്രുവാണ്. കൈകൂട്ടുന്നത് എന്തിനാ? നമ്മൾ പകരം ചോദിക്കാനാ വന്നത്, അല്ലാതെ പ്രശംസിക്കാനല്ല. മണ്ടന്മാര്, ഒരക്ഷരം മിണ്ടരുത്. ടൊർണാഡോ ആപത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നു. നഗരത്തിലുള്ള ഓരോ സ്ഥലങ്ങളും നശിപ്പിച്ചതിന് ശേഷം ടൊർണാഡോ പറയുന്നു, എത്രയും പെട്ടെന്ന് ശിവയെ എന്റെ അടുത്തേക്ക് അയക്കണമെന്ന്, അല്ലെങ്കിൽ നഗരം മുഴുവൻ അദ്ദേഹം ഇല്ലാതാക്കുമത്രേ. മോനെ ശിവ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. അതെ ശിവ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ മോനെ. അയാളെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നിർത്തൂ മോനെ, പ്ലീസ്. അല്ലെ ഞങ്ങൾ എല്ലാരും നശിച്ചു പോകും മോനെ. ശിവ, നീ ഓടിപ്പോ. നീ കാരണം ഞങ്ങൾ എന്തിനാ കഷ്ടപ്പെടണം? ആരും ഇവിടെ ശിവയോട് പോകാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾക്കൊക്കെ നാണല്ലേ? നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചാലും അവനാണ് ഓടി രക്ഷിക്കുന്നത്. എന്നിട്ട് ഇന്ന് പറയാണ് ശിവ നീ ഓടിപ്പോന്ന്. അങ്ങനെ ശിവ പോകേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഞാൻ വിടില്ല. മുത്തശ്ശി, അങ്കിൾ പറയുന്നത് വളരെ ശരിയാ. എനിക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ അവൻ ഈ നഗരം മുഴുവനും നശിപ്പിക്കും. മുത്തശ്ശി, ശിവ ശരിയാണ് പറയുന്നത്. അവന് പോകണം. ശിവ അവനെ പിടിച്ചു കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാവരും അവനെ പിന്തുടരാം. ഓക്കെ, ആവശ്യമാണെങ്കിൽ അവനെ സഹായിക്കുകയും ചെയ്യാം. ഞാനും നിങ്ങളോടൊപ്പം വരാം. ലഡ്ഡൂസും കൂടെ ഉള്ളത് നിങ്ങൾക്കൊരു ധൈര്യല്ലേ? എന്താ മക്കളെ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോളാം. അവസാനം നീ വന്നുവല്ലേ? വാ വാ വാ, സൈക്കിൾ അവിടെ തന്നെ വെച്ചിട്ട് വാ. ശിവ, നല്ല രസമുണ്ടല്ലേ? പ്രതികാരം ചെയ്യാൻ ഞാൻ എത്രയോ നാൾ കാത്തിരുന്നു. ഇന്ന് നിന്നെ ഒരുത്തനും വരില്ല രക്ഷിക്കാൻ, ഒരുത്തനും വരില്ല. ഫൈറ്റ് ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. വേഗം ചെന്ന് പിടിക്കവന്.
വന്ന് എല്ലാരും വന്ന്. ഇങ്ങനെ പറന്ന് ജയില് നല്ലപോലെ വൃത്തിയാക്കാം. ശിവ, അത് വീണ്ടും വരുന്നുണ്ട്. വേഗം രക്ഷപ്പെടാ. അവനെങ്ങോട്ട് കൊണ്ടുവന്നേ ശിവ. ഇനി അവനെ ജയിലിന്റെ അകത്തിരുന്ന് ട്വിസ്റ്റർ ഉണ്ടാക്കാം.